മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഒരു ഉജ്ജ്വലമായ ചരിത്രം വാട്സപ്പിലൂടെ IISH ഗ്രൂപ്പിന് ഒരാൾ അയച്ചു തന്നു. ഇതിൽ ശരിയാണോ തെറ്റാണോ, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങളിത് വിലയിരുത്തുക. ടൈറ്റിൽ ഇതാണ്: എവിടെയാണ് തെറ്റുപറ്റിയത്. അതറിയണമെങ്കിൽ ഇനിയും മലബാർ ലഹളയും കാശ്മീരും ബംഗാളും സോമനാഥവും അയോധ്യയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സബ് ടൈറ്റിൽ. BC 326 അലക്സാണ്ടറുടെ ആക്രമണത്തിൽ തുടങ്ങി ഗസ്നി, ഘോറി, ബാബർമാരിലൂടെ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് അധിനിവേശങ്ങളിലൂടെ ഭൗതികവും മാനസികവുമായി അടിമത്വത്തിലാണ് ഭാരതം. വീണ്ടും സ്വാതന്ത്ര്യാനന്തരം ഗസ്നി, ഘോറി, ബാബർമാരുടെ പിന്മുറക്കാരായ നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും വഞ്ചനയിൽ അമർന്ന് പിന്നീട് വീണ്ടും രാജീവ്, സോണിയ, രാഹുൽ എന്നിവരിലൂടെ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് മിഷണറി അധിനിവേശങ്ങളെ എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് പോലും അറിയാതെ സഹിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ അടിസ്ഥാന ജനത ചില നഗ്ന സത്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. എന്നിട്ട് ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലെങ്കിലും ബുദ്ധിപൂർവം വേണ്ടത് ചെയ്യണം. ചുവട്ടിലെ കാരണം: പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കാശ്മീരിലെയും ഹിന്ദുവിന് ഓടി വരാൻ ഇപ്പോഴുള്ള ഈ നാടിൻ്റെ ഈ ദുർഗതി തുടർന്നാൽ ഇവിടുത്തെ അടിസ്ഥാന ജനതയ്ക്ക് ഓടിപ്പോകാൻ ഇനി ഒരിടവും ഇല്ല തന്നെ. MK സിംഗിൻ്റെ എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊരു പുസ്തകമുണ്ട്. നിരോധനം മൂലം ഇന്നിപ്പോൾ ഇത് ഭാരതത്തിൽ ലഭ്യമല്ലെങ്കിലും അതിൻ്റെ ചില ഭാഗങ്ങൾ നെറ്റിൽ കിട്ടുന്നുണ്ട്. ബ്രിട്ടീഷുകാരൻ നിഷ്കാസിതനായി ഡൽഹിയിലെ നദിക്കരയിൽ, അതായത് നെഹർ കി കിനാരെ അഭയാർത്ഥിയായി വന്നു. അങ്ങനെ നെഹ്റു എന്ന നെഹർ കി കിനാരെ അങ്ങനെ അത് നെഹ്റു എന്ന സർനെയും സ്വീകരിച്ച ഗിയാസുദ്ദീൻ ഗാസി എന്ന തൻ്റെ മുത്തച്ഛനെ പല സന്ദർഭങ്ങളിലും ഓർക്കുന്ന നെഹ്റുവിനെ ഈ പുസ്തകത്തിൽ കാണാം. ഇത് നിങ്ങൾ സ്വയം വിലയിരുത്തണം. സ്വാതന്ത്ര്യാനന്തരം മാതൃഭോഗികളായ മുഗളന്മാർ നശിപ്പിച്ച സോമനാഥ ക്ഷേത്രവും അയോധ്യയിലെ രാമക്ഷേത്രവും പുനർനിർമ്മിക്കണമായിരുന്നു. അതിലേക്കായി സോമനാഥ ക്ഷേത്രത്തിൻ്റെയും ഹൈദരാബാദിൻ്റെയും ചുമതല ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേലിനും രാമക്ഷേത്രത്തിൻ്റെയും കാശ്മീരിൻ്റെയും ചുമതല പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനും വീതിക്കുന്നു. രക്തത്തിൽ കലർപ്പില്ലാത്ത സർദാർ പട്ടേൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെയും ഹൈദരാബാദിൻ്റെയും ചുമതല ഭംഗിയായി നിർവഹിച്ചപ്പോൾ എന്തുകൊണ്ട് നെഹ്റു കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെ ഇന്നും കീറാമുട്ടിയാക്കി ഐക്യരാഷ്ട്രസഭയിൽ എത്തിച്ചെന്നും എന്തുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ അവസ്ഥ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാക്കി എന്നും മനസ്സിലാവണമെങ്കിൽ ഗിയാസുദ്ദീൻ ഗാസിയിൽ നിന്ന് നെഹ്റുവിലേക്കുള്ള ദൂരം നാം അറിയണം. The 13th volume of the Encyclopedia of Indian War of Independence പുസ്തകത്തിൻ്റെ പേര് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് എഴുതിയത് MK സിംഗ് ആണ്. ISBN 81-221-3745-9 അത് അവൈലബിൾ ആണ്. ഇനി നെഹ്റുവിൻ്റെ സ്വന്തം വാചകം നോക്കാം. ടു ടോക്ക് ഓഫ് ഇന്ത്യ ഹിന്ദു കൾച്ചർ വുഡ് ഇൻജുറി ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. By education, I am an Englishman. By views, an internationalist. By culture, a Muslim. And I am a Hindu only by accident of birth. The ideology of Hindu Dharma is completely out of tune with the present times, and if it took a root in India, it would smash the country to pieces. അതെ, താൻ ജന്മം കൊണ്ട് യാദൃച്ഛികമായി ഹിന്ദുവായ ഒരു മുസ്ലിമാണെന്നും ഹിന്ദു ധർമ്മം ഈ രാഷ്ട്രത്തെ തകർക്കുമെന്നും ഗിയാസുദ്ദീൻ ഗാസിയുടെ പേരക്കുട്ടി പറയുന്നു. അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ദിര മുതലുള്ള വംശാവലി നോക്കാം. ഇന്ദിരാഗാന്ധി ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോൾ ഫിറോസ് ഖാൻ ഗണ്ഡി എന്ന മുസ്ലിമുമായി പ്രണയത്തിലായി. പാർസി ആയിരുന്നു ഫിറോസിൻ്റെ അമ്മ. മുസ്ലിമായ നവാബ് ഖാനെ വിവാഹം കഴിക്കാൻ മുസ്ലിമായി. ഇതും ബോധപൂർവം ജനങ്ങളിൽ നിന്ന് മറച്ചുകൊണ്ടാണ് ഫിറോസ് പാർസിയാണ് എന്ന് ഗണ്ഡിയന്മാർ പ്രചരിപ്പിക്കുന്നത്. പ്രണയ സാക്ഷാത്കാരത്തിനൊടുവിൽ ഇന്ദിര മതം മാറി മൈമൂന ബീഗം എന്ന് പേര് സ്വീകരിച്ചു. ഫിറോസ് ഖാൻ ഗണ്ഡിയെ വിവാഹം കഴിച്ചു.
ഇതറിഞ്ഞ അങ്കലാപ്പിലായ നെഹ്റു മഹാത്മാഗാന്ധിയുടെ സഹായം തേടി. മുസ്ലിം ആയാൽ നെഹ്റു കുടുംബമായാലും രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുമെന്ന് കണ്ട ഗാന്ധി ഫിറോസ് ഖാനെ അങ്ങ് ദത്തെടുത്തു. സ്വന്തം കുടുംബ പേരായ ഗാന്ധി എന്നത് അയാൾക്ക് നൽകി. അങ്ങനെ ഫിറോസ് ഗാന്ധിയായി. ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു ഇന്ദിരാഗാന്ധിയായി. ഭാരതീയർ വീണ്ടും വഞ്ചിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം നെഹ്റുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയ ശ്രീ M.O. മത്തായി തൻ്റെ റെമിനിസൻസ് ഓഫ് ദി നെഹ്റു ഏജ് എന്ന പുസ്തകത്തിൽ എണ്ണി പറഞ്ഞ കാര്യങ്ങളുമാണ്. അടുത്ത വരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലേതാണ്. ഫിറോസ് ഗാന്ധി ഈസ് കൺസിഡേർഡ് എ പാർസി ബിക്കോസ് ഹിസ് മദർ വാസ് എ പാർസി ബിഫോർ ഹെർ മാരേജ് ടു ഹിസ് മുസ്ലിം ഫാദർ നവാബ് ഖാൻ. But since she converted to Islam before her marriage, their son Firoz Khan is a Muslim and not a Parsi by birth. This was the reason why Kamala Nehru opposed Indira's marriage to him. Despite a Muslim wedding nikah with Firoz in London Masjid, a fake picture of their marriage in Vedic style was published to fool the Indians. A fake picture of Indira and Firoz marriage in Vedic style published to fool the Indians. Firoz Khan married Indira in a masjid in London. Well-known English newspapers published this event. When the couple returned to India, it was arranged to get a photograph of the couple married in Vedic style for publishing in India. Later, all these photographs were exhibited in Ananda Bhavan. Sri M.O. Mattai, Nehru's personal secretary, has written this in his book Reminiscence of the Nehru Age, now banned by the Indian government, that due to some inevitable reason, the otherwise prudent Nehru allowed this wedding to be performed in Vedic style, despite knowing that performing an intercaste and an interreligious marriage in Vedic style was illegal. With the advice of Mahatma Gandhi, Nehru changed the name of Firoz Khan to Firoz Gandhi. When Mohandas Karamchand Gandhi learned that Indira had embraced Islam, he immediately summoned Nehru and advised him to change the name of his son-in-law from Firoz Khan to Firoz Gandhi. The purpose in this was to fool Indians that he was Parsi and not a Muslim. This was done by a renowned lawyer from Allahabad, Sir Sapru, a close associate of Motilal Nehru, in a Mumbai court by presenting an affidavit. Even today, mystery shrouds Firoz Gandhi's death. The truth is that after the birth of Rajiv Gandhi, Indira and Firoz were living separately, but did not separate legally. Firoz Gandhi perpetually harassed Nehru for money and also interfered in his politics maneuvers. Nehru was fed up of Firoz's ways and had given instructions to deny access to Firoz Gandhi to his official residence, Tinmurti Bhavan. In his book, Sri Mattai writes, both Nehru and Indira Gandhi heaved a sigh of relief after the death of Firoz Gandhi. Just as Firoz Gandhi started getting some political acclaim, suddenly in 1960 he expired. Even today, his death is a mystery. Firoz Gandhi had even contemplated a second marriage, but he died before that. An unbiased pamphlet published in the interest of Indian society. Author of this pamphlet is R.V. Bhasin, Advocate, Supreme Court. ഇതൊക്കെ ആ പുസ്തക നിരോധനത്തിലൂടെ ഒരു പരിധിവരെ പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചു. ഭരണകാലത്ത് അവർക്ക് സാധിച്ചു. ഇന്നിപ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിയമ പോരാട്ടത്തിലൂടെ ഇതൊക്കെ താമസിയാതെ വെളിച്ചം കാണും എന്ന് പ്രതീക്ഷിക്കാം. കൂട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെ സ്റ്റാലിന് ഒറ്റിയ നെഹ്റുവിൻ്റെ ചതിയും ഇനി സോണിയയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എന്ന സ്വാതന്ത്ര്യപൂർവ്വ ദേശീയ പാർട്ടിയെ
ചവിട്ടുപടിയായി ഉപയോഗിച്ച് 10 വർഷം കൊണ്ട് 2% എന്ന ക്രിസ്ത്യാനികളുടെ ജനസംഖ്യാ അനുപാതം ഔദ്യോഗിക കണക്ക് മാറ്റാതെ തന്നെ, അതായത് ഔദ്യോഗികമായി പേരും ജാതിയും ഹിന്ദുവിൻ്റെ തന്നെ വെച്ച് ആ 2% എങ്ങനെ 12 20 ശതമാനത്തിനടുത്തെത്തിച്ചു എന്ന് അറിയാൻ ഭാരതത്തെ സ്നേഹിച്ച ഡൽഹിയിൽ താമസിക്കുന്ന ഫ്രഞ്ചുകാരനായ ഫ്രാങ്കോയിസ് ഗോട്ടിയർ എഴുതിയ ഈ ബ്ലോഗ് വായിക്കുക. hinduexistence.org. വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വരും തലമുറയെ ഓർത്തെങ്കിലും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത.